ഗുഡ് മോർണിംഗ്. നമ്മളിന്ന് ഒരു പുതിയ ടോപ്പിക്ക് പഠിക്കുകയാണ്. ദറ്റ് ഈസ് എ പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻ. അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്? ലെറ്റ് ഐ ഈസ് എ ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി, then a function g from I to r is said to be piecewise linear on I if I is a union of a finite number of disjoint intervals I1, I2, etc. Im such that the restriction of g to each interval ik is a linear function. അപ്പോൾ നമ്മൾ ജി എന്നൊരു ഫംഗ്ഷൻ ഇൻ്റർവെൽ ഡിഫൈൻ ചെയ്യുകയാണ്. ആ ഫംഗ്ഷൻ പീസ് വൈസ് ലീനിയർ, ഡെഫിനേഷൻ തന്നെ, ആ വാക്കിൽ തന്നെ നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലാവും. പീസ് വൈസ് ലീനിയർ ആവണമെങ്കിൽ നമ്മൾ ഇൻ്റർവെലിനെ പല പീസുകളാക്കാണ്. അതാണ് ശരിക്കും നമ്മൾ ഡിസ്ജോയിൻറ്റ് ഇൻ്റർവെൽസ് I1, I2, I3 എക്സെട്ര IM ആക്കുന്നത്. അപ്പോൾ അങ്ങനെ I എന്ന ഇൻ്റർവെലിനെ പല ഇൻ്റർവെൽസാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ, സബ് ഇൻ്റർവെൽസാക്കി ഡിവൈഡ് ചെയ്യുമ്പോൾ ആ ഓരോ ഇൻ്റർവെലിനകത്തും നമ്മുടെ ഫംഗ്ഷൻ ജിയുടെ വാല്യൂ ഒരു ലീനിയർ ഫംഗ്ഷൻ ആയിരിക്കണം. അപ്പോൾ ഇൻ്റർവെലിനകത്തെ ഓരോ സബ് ഇൻ്റർവെല്ലിലും ജി ഒരു ലീനിയർ ഫംഗ്ഷൻ ആണ് എങ്കിൽ ഓൾ ടുഗദർ ഐ എന്ന ഇൻ്റർവെലിനകത്ത് ജിയുടെ വാല്യൂ പീസ് വൈസ് ലീനിയർ ആണെന്ന് പറയാം. സോ ദാറ്റ് ഇസ് എ ഡെഫിനേഷൻ ഓഫ് എ പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻ. സോ ജി ഫ്രം ഐ ടു ആർ is said to be a piecewise linear function if g is linear in each subinterval ik of I. റിമാർക്ക് പറയുന്നുണ്ട്, it is evident that in order for a piecewise linear function g to be continuous, the line segments that form graph of g must meet at the endpoints of adjacent subintervals ik plus 1. അതായത് ഇപ്പോൾ നമുക്ക് ജി ഓരോ സബ് ഇൻ്റർവെലും ലീനിയർ ആണെന്ന് അറിയാം. ഹോൾ ഇൻ്റർവെൽ ഐക്കകത്ത് ജി ലീനിയർ ആവണമെങ്കിൽ ഈ ഓരോ സബ് ഇൻ്റർവെലിൻ്റെയും എൻഡ് പോയിൻറ്റ്സിൽ ആയിരിക്കണം ജി മീറ്റ് ചെയ്യേണ്ടത്, ജിയുടെ ഗ്രാഫ് മീറ്റ് ചെയ്യേണ്ടത്. അത് I1-നകത്ത് ജിയുടെ ഗ്രാഫിൻ്റെ എൻഡ് പോയിൻറ്റും I2-നകത്ത് ജിയുടെ ഇനീഷ്യൽ പോയിൻറ്റും സെയിം ആയിരിക്കണം. അപ്പോൾ ഒരു കണക്റ്റഡ് ആയിട്ട് പോകും ഗ്രാഫ്. എങ്കിൽ മാത്രമാണ് വി ക്യാൻ സേ ദാറ്റ് ജി ഈസ് കണ്ടിന്യൂസ് ഓൺ I. സോ നൗ മൂവിങ് ഓൺ ടു എ തിയറം. ആ തിയറത്തിൻ്റെ പ്രൂഫ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട സ്റ്റെപ്പ് ഫംഗ്ഷൻ്റെ പ്രൂഫിനോട് സിമിലർ ആണ്. ലെറ്റ് I be a closed bounded interval and let f from I to r be continuous on I. If epsilon greater than 0, then there exists a continuous piecewise linear function g epsilon from I to r such that mod of f of x minus g epsilon of x less than epsilon for all x belongs to I. നമുക്ക് I എന്നത് ഒരു ക്ലോസ്ഡ് ബൗണ്ടറി ഇൻ്റർവെൽ ആണ്. എഫ് ഐയിൽ നിന്ന് ആറിലേക്കുള്ള ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണ്. ദെൻ ഫോർ എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 നമുക്ക് ഒരു പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നതാണ് പ്രൂവ് ചെയ്യേണ്ടത്. അതായത് ഒരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടറി ഇൻ്റർവെല്ലിലെ കറസ്പോണ്ടിങ് ടു ഈച്ച് കണ്ടിന്യൂസ് ഫംഗ്ഷൻ ദർ ഈസ് എ പീസ് വൈസ് കണ്ടിന്യൂസ് ഫംഗ്ഷൻ എന്നാണ്, പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻ എന്നാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. വിത്ത് കണ്ടീഷൻ എഫ് ഓഫ് എക്സ് മൈനസ് ജി എപ്സിലോൺ ഓഫ് എക്സിൻ്റെ മോഡ് ലെസ് ദാൻ എപ്സിലോൺ ആവുന്ന രീതിയിൽ, which means that is almost approximately equal എന്നൊരു കോൺസെപ്റ്റിലേക്ക് കൊണ്ടുപോകണം ശരിക്കും. ഈ എഫ് ഓഫ് എക്സ് മൈനസ് ജി എപ്സിലോൺ ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയുമ്പോൾ അത് ഒരു കൺവെർജൻസ് കാണിക്കുന്നത്, വിച്ച് മീൻസ് ദേ ആർ ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ എന്നൊരു കോൺസെപ്റ്റാണ് കാണിക്കുന്നത്. സോ അതിൻ്റെ പ്രൂഫ് ഇങ്ങനെയാണ്. ബീയിങ് കണ്ടിന്യൂസ് ഓൺ എ ക്ലോസ്ഡ് ബൗണ്ടറി ഇൻ്റർവെൽ എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ഓൺ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ ബി. അപ്പോൾ നമുക്ക് ഐ ഒരു ക്ലോസ്ഡ് ബൗണ്ടറി ഇൻ്റർവെല്ലാണ്, എഫ് കണ്ടിന്യൂസും ആണ്. സോ യൂണിഫോം കണ്ടിന്യൂറ്റി തിയറം അപ്ലൈ ചെയ്യാം. എഫ് ഈസ് യൂണിഫോംലി കണ്ടിന്യൂസ് ആണ് എന്ന് പറയാം. ഹെൻസ് കറസ്പോണ്ടിങ് ടു എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 വി ഹാവ് എ റിയൽ നമ്പർ ഡെൽറ്റ ഓഫ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0. അപ്പോൾ നമുക്ക് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 കറസ്പോണ്ടിങ് ആയിട്ടൊരു ഡെൽറ്റ ഓഫ് എപ്സിലോൺ ഗ്രേറ്റർ ദാൻ 0 കിട്ടും. സച്ച് ദാറ്റ് മോഡ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ ഓഫ് എപ്സിലോൺ ഗീവ്സ് മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ലെസ് ദാൻ എപ്സിലോൺ. നമ്മുടെ യൂണിഫോം കണ്ടിന്യൂറ്റിയുടെ പ്രൂഫാണത്, ഡെഫിനിഷനാണത്. അത് പ്രകാരം ഫോർ ഓൾ എക്സ് വൈ വിത്ത് മോഡ് എക്സ് മൈനസ് വൈ ലെസ് ദാൻ ഡെൽറ്റ വി ഹാവ് എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് വൈ ലെസ് ദാൻ എപ്സിലോൺ എന്നാണ്. അത് നമ്മൾ അപ്ലൈ ചെയ്തു. ദെൻ നമ്മൾ ഒരു നാച്ചുറൽ നമ്പർ എം സെലക്ട് ചെയ്യുന്ന കണ്ടീഷനാണ് ലെറ്റ് എം ബിലോങ്സ് ടു എൻ ബി സഫിഷ്യൻ്റ്ലി ലാർജ് സോ ദാറ്റ് എച്ച് ഈക്വൽ ടു ബി മൈനസ് എ ബൈ എം ഈസ് ലെസ് ദാൻ ഡെൽറ്റ ഓഫ് എപ്സിലോൺ. അപ്പോൾ നമ്മൾ എച്ച് എന്നൊരു വാല്യൂ ഡിഫൈൻഡ് ആസ് ബി മൈനസ് എ ബൈ ദിസ് നാച്ചുറൽ നമ്പർ എം. ബി മൈനസ് എ എന്നുള്ളത് നമ്മുടെ ഇൻ്റർവൽ ഐയുടെ ലെങ്ത് ആയിരിക്കും, ഡിവൈഡ് ബൈ നാച്ചുറൽ നമ്പർ എം ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ഡെൽറ്റ ഓഫ് എപ്സിലോണിനേക്കാളും ചെറുതാവുന്ന രീതിയിൽ നമ്മളൊരു നാച്ചുറൽ നമ്പർ എം ചൂസ് ചെയ്യാണ്. ദെൻ യൂസിങ് ദിസ് എച്ച് നമ്മൾ ഈ എച്ച് ലെങ്ത് ആക്കിക്കൊണ്ട് ഐക്ക് കുറേ സബ് ഇൻ്റർവൽസ് ഡിഫൈൻ ചെയ്യാണ്. ഡിവൈഡ് ഐ ഈക്വൽ ടു ക്ലോസ് ഇൻ്റർവൽ എ ബി ഇൻറ്റു എം ഡിസ്ജോയിൻ ഇൻ്റർവൽസ് ഓഫ് ലെങ്ത് എച്ച്, നെയിംലി ഡിഫൈൻ ചെയ്ത് എങ്ങനെയാണ് I1
equal to closed a plus h and ik equal to open a plus k minus 1h a plus kh for k equal to 2, 3 etc. m ആവുമ്പോൾ a plus kh എന്നുള്ളത് b തന്നെയായിരിക്കും. സോ നമ്മൾ I1, I2, I3 അങ്ങനെ അങ്ങനെ m ഡിസ്ജോയിൻ ഇൻ്റർവെൽസ് ആണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വി ഡിവൈഡ് ക്ലോസ്ഡ് ഇൻ്റർവൽ AB into m disjoint intervals, each of length h. On each of these intervals ik, we define g epsilon x to be a linear function joining the points a plus k minus 1h and f of a plus k minus 1h. അതായത് ഈ ജി എപ്സിലോൺ ഓഫ് എക്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ജി എപ്സിലോൺ എക്സ് എല്ലാം ലീനിയർ ഫംഗ്ഷൻസ് ആണ്. ഇനി ഓരോ ഇൻ്റർവലിനകത്ത് അവർ ജോയിൻ ചെയ്യുന്ന പോയിന്റ്സ് ശ്രദ്ധിക്കണം. അതിന് ഇനീഷ്യൽ പോയിന്റ് എന്നുള്ളത് എ പ്ലസ് കെ മൈനസ് 1h അതിൻ്റെ ഫംഗ്ഷൻ വാല്യൂ ഉണ്ടാക്കുന്ന ഒരു ഓർഡർ പെയർ ആണ്. അപ്പോൾ എക്സ് ആക്സിൽ എ പ്ലസ് കെ മൈനസ് 1h നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന എഫ് ഓഫ് എക്സ് എന്ന ഫംഗ്ഷൻ ഉണ്ട്. ആ ഫംഗ്ഷൻ്റെ ഇമേജ് ഓഫ് ദിസ് പോയിന്റ്. സോ എ പ്ലസ് കെ മൈനസ് 1h അതിൻ്റെ ഇമേജാണ് എഫ് ഓഫ് എ പ്ലസ് കെ മൈനസ് 1h. ആ പോയിൻ്റാണ് നമ്മുടെ ജി എപ്സിലോൺ ഓഫ് എക്സിൻ്റെ ഒരു പോയിന്റ്, ഒരു എൻഡ് പോയിന്റ്. മറ്റ് എൻഡ് പോയിന്റ് എന്നുള്ളത് എ പ്ലസ് കെ എച്ചും എഫ് ഓഫ് എ പ്ലസ് കെ എച്ചും ആണ്. അതായത് നമ്മുടെ ഇൻ്റർവെലിൻ്റെ 2 എൻഡ് പോയിന്റ്സ് എടുക്കുക. ആ 2 എൻഡ് പോയിന്റ്സിൻ്റെയും എഫ് എന്ന ഫംഗ്ഷൻ്റെ ഇമേജ്, ആ ഇമേജുകളെ ജോയിൻ ചെയ്യുന്ന ഒരു ലീനിയർ ഫംഗ്ഷനാണ്, അല്ലെങ്കിൽ ഒരു ലൈനാണ് ചിന്തിച്ചാൽ മതി ജി എപ്സിലോൺ ഓഫ് എക്സ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇങ്ങനെ ഓരോ ഇൻ്റർവലിനകത്തും ജി ലീനിയർ ആണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ജി ഈസ് പീസ് വൈസ് ലീനിയർ. ജി പീസ് വൈസ് ലീനിയർ എന്ന് പറയാലോ, അതാണ് പീസ് വൈസ് ലീനിയറിൻ്റെ ഡെഫിനിഷനും. സോ നമുക്ക് ജി എപ്സിലോൺ ഓഫ് എക്സ് എന്നുള്ള ഇവിടെ ഒരു പീസ് വൈസ് ലീനിയർ ഫംഗ്ഷനായി കിട്ടി. നൗ ഇഫ് എക്സ് ബിലോങ്സ് ടു ഐ കെ, ഞാൻ ഐ കെ എന്ന ഇൻ്റർവൽ ഒരു വാല്യൂ എക്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം ഐ കെയുടെ ലെങ്ത്ത് എച്ച് ആണ്. സോ എക്സ് മൈനസ് എ പ്ലസ് കെ മൈനസ് എച്ചിൻ്റെ മോഡ് വാല്യൂ, അതായത് എക്സ് എന്നുള്ളത് അതിനകത്ത് ഏതൊരു പോയിൻറ്റും എ പ്ലസ് കെ മൈനസ് 1 എച്ച് എന്നുള്ളത് അതിൻ്റെ ഒരു എൻഡ് പോയിൻറ്റുമാണ്. സോ ആ ലെങ്ത്ത് എപ്പോഴും എച്ചിനേക്കാൾ താഴെയായിരിക്കും. സോ വിച്ച് ഈസ് ഓൾവേസ് ലെസ് ദാൻ എച്ച് ആൻഡ് വി ഹാവ് ഓൾറെഡി ചൂസ് ദാറ്റ് എച്ച് ഈസ് ലെസ് ദാൻ ഡെൽറ്റ ഓഫ് എപ്സിലോൺ. നമ്മൾ എച്ച് സെലക്ട് ചെയ്ത് തന്നെ ഡിഫൈൻ ചെയ്ത് തന്നെ ലെസ് ദാൻ ഡെൽറ്റ ഓഫ് എപ്സിലോൺ എന്നാണ്. അപ്പോൾ എക്സ് മൈനസ് എ പ്ലസ് കെ മൈനസ് 1 ഇൻറ്റു എച്ചിൻ്റെ വാല്യൂ ലെസ് ദാൻ ഡെൽറ്റ ഓഫ് എപ്സിലോൺ ആണെങ്കിൽ നമ്മുടെ എഫ് എന്ന ഫംഗ്ഷൻ ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ യൂണിഫോം കണ്ടിന്യൂറ്റി അപ്ലൈ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ പ്ലസ് കെ മൈനസ് 1 എച്ച് ലെസ് ദാൻ എപ്സിലോൺ വരും. അപ്പോൾ എക്സ് ആൻഡ് എ പ്ലസ് കെ മൈനസ് 1 എച്ച് ഈ 2 പോയിൻറ്റ്സിന് നമ്മൾ യൂണിഫോം കണ്ടിന്യൂറ്റി ഓഫ് എഫ് സെർച്ച് ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് കിട്ടുക. എക്സ് മൈനസ് എ പ്ലസ് കെ മൈനസ് 1 എച്ച് ലെസ് ദാൻ ഡെൽറ്റ ഓഫ് എപ്സിലോൺ ആണെങ്കിൽ എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ പ്ലസ് കെ മൈനസ് 1 എച്ച് ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. സിമിലർലി തന്നെ നമുക്ക് എക്സും എ പ്ലസ് കെ എച്ചും വെച്ച് പ്രൂവ് ചെയ്യാൻ പറ്റും. എക്സും എ പ്ലസ് കെ എച്ചും ഐ കെയുടെ അകത്തുള്ള 2 പോയിന്റ്സ് ആയിരിക്കും. അവരുടെ ലെങ്ത്ത് ലെസ് ദാൻ എച്ച് ആയിരിക്കും, വിച്ച് ഇസ് ലെസ് ദാൻ ഡെൽറ്റ. അപ്പോൾ നമുക്ക് യൂണിഫോം കണ്ടിന്യൂറ്റി പ്രകാരം എഫ് ഓഫ് എക്സ് മൈനസ് എഫ് ഓഫ് എ പ്ലസ് കെ എച്ച് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാം. അപ്പോൾ സോ ഫോർ എക്സ് ബിലോങ്സ് ടു ഐ കെ, എക്സ് ഐ കെയുടെ അകത്തൊരു പോയിന്റ് ആണെങ്കിൽ ദ വാല്യൂ എഫ് ഓഫ് എക്സ് ഈസ് വിത്തിൻ എപ്സിലോൺ ഓഫ് എഫ് ഓഫ് എ പ്ലസ് കെ മൈനസ് 1 എച്ച് ആൻഡ് എ പ്ലസ് കെ എച്ച്. അതായത് എഫ് ഓഫ് എ പ്ലസ് കെ എച്ച് ആയാലും എഫ് ഓഫ് എ പ്ലസ് കെ മൈനസ് 1 എച്ച് ആയാലും രണ്ടും ലെസ് ദാൻ എപ്സിലോൺ എന്ന രീതിയിൽ നമ്മൾ എഫ് ഓഫ് എ പ്ലസ് കെ മൈനസ് 1 ഇൻറ്റു എച്ചും എഫ് ഓഫ് എ പ്ലസ് കെ എച്ചും ജോയിൻ ചെയ്യുന്ന ഫംഗ്ഷനായിട്ടാണ് നമ്മൾ ജി എപ്സിലോൺ ഓഫ് എക്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ കമ്പൈനിങ് ദീസ് ടു നമുക്ക് എന്ത് പറയാം? ഫോർ ഓൾ എക്സ് ബിലോങ്സ് ടു ഐ കെ എഫ് ഓഫ് എക്സ് മൈനസ് ജി എപ്സിലോൺ ഓഫ് എക്സ് ഈസ് ലെസ് ദാൻ എപ്സിലോൺ എന്ന് പറയാം. എഫ് ഓഫ് എക്സ് മൈനസ് ജി എപ്സിലോൺ ഓഫ് എക്സ് എന്നുള്ളത് ഈ 2 ഫംഗ്ഷൻ്റെ പോയിൻറ്റ്സിനെയും ജോയിൻ ചെയ്യുന്ന ഫംഗ്ഷൻ ആയതുകൊണ്ടാണ് പറയുന്നത്. എഫ് ഓഫ് എക്സ് മൈനസ് ജി എപ്സിലോൺ ഓഫ് എക്സിൻ്റെ മോഡൽ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ആയിരിക്കും. നമ്മൾ ഐ എന്നൊരു ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടറി ഇൻ്റർവൽ എടുത്തിട്ടുണ്ടായേ, അതിനകത്ത് എഫ് ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ആണെങ്കിൽ നമുക്ക് ഒരു പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻ ജി എപ്സിലോൺ ഓഫ് എക്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും വിത്ത് കണ്ടീഷൻ മോഡ് എഫ് ഓഫ് എക്സ് മൈനസ് ജി എപ്സിലോൺ ഓഫ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ. ഇവിടെ നമ്മൾ അപ്രോക്സിമേഷൻ എന്ന ഒരു കോൺസെപ്റ്റ് ടോപ്പിക്കിൻ്റെ കീഴിലാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ഫോർ ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഇൻ എ ക്ലോസ്ഡ് ഇൻ്റർവൽ ഐ ദർ ഈസ് എൻ പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻ ടു വിച്ച് ദിസ് ക്യാൻ ബി അപ്രോക്സിമേറ്റഡ്. ഈ ഫംഗ്ഷൻ നമുക്ക് അതിലേക്ക്, ഈ പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻ നമുക്ക് എഫ് ഓഫ് എക്സിലേക്ക് അപ്രോക്സിമേറ്റ് ചെയ്യാൻ സാധിക്കും എന്നും കൂടി പറഞ്ഞു നിർത്താം. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഇതുപോലെ സ്റ്റെപ്പ് ഫംഗ്ഷൻ ഉണ്ടെന്നാണ്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു പീസ് വൈസ് ലീനിയർ ഫംഗ്ഷൻ. സോ ദിസ് ഈസ് എ പ്രൂഫ് ഫോർ അവർ തിയറം.